തട്ടുദോശ സൂപ്പർ. ഇങ്ങോട്ട് വാ, ഇരിക്കും. ആ വന്നേ, അച്ഛനും അമ്മയ്ക്കോ കൊടുത്തില്ലേ? അവര് മുറിയിലേക്ക് കൊണ്ടുപോയി. ഇതേ നല്ല ടേസ്റ്റ് ഉള്ള തട്ടിൽ കുട്ടിദോശയും ചമ്മന്തിയും. അയ്യോ, ഞാൻ കൈ കഴുകിയിട്ടില്ല. അത് സാരമില്ല വന്ദനമ്മേ, ജഗനങ്ങള് വാരിത്തരും. ദിയമോള് പറഞ്ഞാ ജഗനങ്ങളും ചെയ്യും. ദിയമോള് പറഞ്ഞില്ലെങ്കിൽ ജഗനങ്ങൾ വാരി ഒന്നും കൊടുക്കില്ല. എങ്കിൽ ദിയമോള് പറയുന്നില്ല. അത് പറ്റില്ല. പറഞ്ഞതാ. നേരത്തെ പറഞ്ഞില്ലേ? ആ ശരി, ഞാൻ ദോശ എടുത്തുതരാം. ഈ ദോശ ഇങ്ങനെ എടുത്തിട്ട് ഈ ചമ്മന്തി ഇട്ടിങ്ങനെ നനച്ച് ഇങ്ങനെ വീണ്ടും ഒരു ദോശ ഇങ്ങനെ എടുത്ത് അതും ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെ 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 ജഗ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ വന്ദനെ? ഈ വന്ദനയ്ക്ക് ജഗനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ മാത്രമല്ല, എന്റെ മോളുടെ ജീവിതത്തിലും ഏറ്റവും വലിയ നഷ്ടമായേനെ. മീനാക്ഷി, മീനാക്ഷിക്ക് എല്ലാ കാര്യത്തിലും നല്ല സ്പീഡാണല്ലോ. കുറച്ചു മുമ്പ് ആ കളവിയുടെ കാലിൽ തൈലം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പതേ അടുക്കള പണിയും തുടങ്ങി. നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? എത്ര എത്ര വീടുകളിൽ എച്ചിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്തതാ മീനാക്ഷി അല്ലേ? ചില വീടുകളിലൊന്നും അവര് നിലം തൊടാൻ പോലും സമ്മതിക്കില്ല അല്ലേ മീനാക്ഷി? കണ്ണി കണ്ടവരൊക്കെ കടിച്ചു തുപ്പിയ എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകുന്നത് പോട്ടെ, അവന്റെ ഒക്കെ മാലവും മൂത്രവും കപവും ഒക്കെ എടുക്കണ്ടേ? വേണ്ട, ഞാൻ അടുക്കള പണിക്കാ പോവാറ്. പിന്നെ നമുക്കറിയാത്ത അടുക്കളപ്പണിയല്ലേ? അവര് കാക്കൂസ് വരെ കഴിക്കും. അതൊക്കെ പോട്ടെ. മീനാക്ഷി, നീ എനിക്കൊരു സഹായം ചെയ്യുവോ? എന്ത് സഹായം? മീനാക്ഷി, നീ വിചാരിച്ച ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു തീർക്കാൻ പറ്റും. അതിനുശേഷം എന്റെ വീട്ടിൽ വന്നിട്ടേ എന്റെയും സതീഷേട്ടന്റെയും മക്കളുടെ ഒക്കെ തുണികളൊക്കെ ഒന്ന് അലക്കി ആ മുറിയൊക്കെ വെറുതെ ഒന്ന് തുടച്ച് കക്കൂസൊക്കെ വെറുതെ ഒന്ന് കഴുകി തന്നാ വലിയ സന്തോഷമാവും. ഈ വീട്ടിൽ ചെയ്യുന്ന പോലെ കരുതിയാ മതി. ഞാൻ നിന്റെ ആരോഗ്യം കൂടി നോക്കിട്ടാ പറയുന്നത് കേട്ടോ. അല്ലാതെ ഇവിടെ നിന്ന് വെറുതെ മൂക്കറ്റം തിന്നാലേ കൊളസ്ട്രോൾ വരും. കൊഴുപ്പ്. ഓടയില് കിടന്നവളൊക്കെയാ ഇപ്പൊ ഓടമ്മ കളിക്കുന്നത്. എന്താടി, സഹായിച്ചൂടെ നിനക്ക്? നിന്നെ ഞാൻ അയ്യോ, ഞാൻ കണ്ടില്ല ചേച്ചി. സോറി. ഇല്ല, എന്നെ കൊടുത്ത് പറയിക്കരുത്. ഇത് നീ മനഃപൂർവ്വം ചെയ്തതാ. അതെ, മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. ഒച്ചയെടുക്കരുത്. വാ വാ വാ,
വേഗം സ്കൂട്ടറല്ലോ. എന്താ നിന്നെ കൊണ്ടുവരാൻ ഞാൻ ലക്ഷറി കാർ കൊണ്ടുവരാം. ഇങ്ങോട്ട് കേറടി. എന്താടി നീ ഇപ്പൊ തന്നെ നിലവിളിച്ച? ഞാൻ നിലവിളിച്ചതേ ഒരു രഹസ്യമാ. എന്ത് രഹസ്യം? ആ രഹസ്യം അതെന്നോടുകൂടി ഇല്ലാതാകും. നിനക്കെന്താ വട്ടുണ്ടാ? കേറടി. കേറ് കേറ്. എടാ കുഴി ചാടിക്കാതെ പോണേ. എടാ പ്രകാശ, നീ എന്നെ വീട്ടിലൊന്നാക്കി തരണേ. വീട്ടിലൊന്നും ഇറക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറക്കാം. പെട്രോൾ ചെലവാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതൊരു വശത്ത്. മിനിറ്റുകൾ മാറുന്തോറും പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുക. അതവിടെ നിൽക്കട്ടെ. നമ്മൾ രണ്ടാളേ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അതാണ് പ്രധാനം. നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാലോ 200 രൂപയെ ചെലവാവുള്ളൂ. അതെ, ഹെൽമെറ്റിന്റെ പെറ്റി അടച്ചു വരുമ്പോഴേ 1000 രൂപയാവും. നമ്മുടെ നാട്ടിലിപ്പോ കാക്കകളെക്കാൾ കൂടുതൽ ക്യാമറകളാ. നിനക്ക് എന്ത് പറഞ്ഞാലും എല്ലാത്തിനും ഒരു ന്യായം ഉണ്ടല്ലോ. എടാ നിന്റെ ഈ പിശുക്കത്തര എന്നാടാ തീരുന്നത്? ആ അങ്ങനെ ചോദിച്ചാലേ എനിക്കൊരൊറ്റ ഉത്തരവുള്ളൂ. നിന്റെ ആർത്തി എന്ന് തീരുന്നോ അന്ന് എന്റെ പിശുക്കും തീരും. നീ വണ്ടിയിൽ നിന്ന് കുലുങ്ങി എന്നെ മറിച്ചിടല്ലേ?